ഹായ് ഹലോ നമസ്കാരം. ഞാൻ സ്പൈ ഏജന്റ് ആണ്. ഇത് ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, കേരളത്തിൽ ഇന്ന് ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെത്. അതുമായി ബന്ധപ്പെട്ട് പല ന്യൂസുകളും പല ചാനലുകളിലും പല പരിപാടികളും ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ചെറിയ ന്യൂസ് ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ ന്യൂസ് ഒന്ന് കണ്ടപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ ഒരു ചെറിയൊരു ദൃശ്യം, ആ ദൃശ്യം നമ്മുടെ ടി വിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കൂ. കണ്ടോ? ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? മുകേഷിന്റേത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അത് തീവ്രത കുറഞ്ഞത്. രാഹുലിന്റേത് അതിതീവ്രം. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ലസിത നായർ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. അല്ല മാഡം, എനിക്ക് ഒരു കാര്യം ഒന്ന് ചോദിച്ചാൽ കൊണ്ടാവരുത്. ഈ പീഡനത്തിനുണ്ടോ തീവ്രത കുറഞ്ഞതും കൂടിയത്? അല്ല, അങ്ങനെയാണെങ്കിലേ ഈ പീഡിപ്പിക്കാൻ പോകുന്ന സമയത്തെ എല്ലാരും ഈ തീവ്രത അളക്കുന്ന സ്കെയില് ഒന്ന് വാങ്ങി വെക്കാനാണേ. പീഡിപ്പിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ തീവ്രത ഒന്ന് അളന്നു നോക്കാമല്ലോ. തീവ്രത കുറഞ്ഞാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, തീവ്രത കൂടിയതാണെങ്കിൽ നമ്മൾ ജയിലിൽ പോകും. അപ്പൊ അതല്ലേ നല്ലത്. എന്തോന്നടേ ഇത്? ഇതാരടേ ഇത് കുറ്റിയും പറിച്ചൊക്കെ വരുന്നത്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പോഴേ ഞാൻ വേറൊരു ദൃശ്യം നിങ്ങളെ കാണിക്കാം. ഈ ഒരു ദൃശ്യം ഒന്ന് കണ്ടു നോക്കൂ. അല്ല, പീഡിപ്പിക്കാൻ പോകുന്നവര് ഇതൊന്ന് അറിഞ്ഞു വെച്ചാൽ നന്നായിരിക്കും. ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ടി വിയിൽ ഞാൻ പ്ലേ ചെയ്ത് തരാം. കണ്ടോ? ഞാൻ മൂലം നീ ഗർഭിണിയാണോ? അതെ. അതെ. അമ്മായി, ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ? 2 ലക്ഷം രൂപ തന്നേക്കാം. 2 ലക്ഷമോ? അതുകൊണ്ട് പേറ്റ് പറയാനില്ലല്ലോ. പതുക്കെ 4 ലക്ഷം രൂപ ആയാലോ? 4 ലക്ഷമോ? ശരി. അപ്പൊ കാശ് കിട്ടിയ ഗർഭം താനേ പോവും അല്ലേ? അമ്മായി, 2 വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ. അങ്ങനെ എന്തെല്ലാം കണ്ടാലും കേട്ടാലും ഒരു ദിവസം മുന്നോട്ട് പോകും. അങ്ങനെ ഇന്നത്തെ ദിവസവും പോയി കിട്ടി. അപ്പൊ നാളെ പുതിയൊരു ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരേക്കും തൽക്കാലം സ്പൈ ഏജന്റ് വിട പറയുന്നു. ഓക്കെ, ബൈ.